ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1941 ജപ്പാൻ ഇന്ത്യ ലക്ഷ്യമിട്ട് നടത്തിയ വലിയൊരു യുദ്ധമായിരുന്നു. ബുർമ പൂർണ്ണമായും കീഴടക്കിയതിനു ശേഷം ഇന്ത്യയിലോട്ടുള്ള യുദ്ധം ജപ്പാൻ അഴിച്ചുവിട്ടെങ്കിലും അന്ന് ജപ്പാൻ വലിയ പരാജയമാണ് നേരിട്ടത്. ഇത് ഇന്ത്യക്ക് അനുകൂലമായിട്ടും പ്രതിരോധമായിട്ടും പല കാര്യങ്ങൾ അന്ന് സംഭവിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് എടുക്കാം. 1941 ഡിസംബർ ഒറ്റ ദിവസം കൊണ്ടാണ് ലോക ഭൂപടം തന്നെ മാറി മറിഞ്ഞത്. അന്ന് ജാപ്പനീസ് നാവികസേന പേൾ ഹാർബർ ആക്രമിച്ചതിന് ശേഷം അടുത്ത അവരുടെ ലക്ഷ്യം സൗത്ത് ഏഷ്യ, അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയിലോട്ട് തിരിഞ്ഞു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പല നഗരങ്ങളിൽ അവരുടെ ആക്രമണം തുടർന്നു. അങ്ങനെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും അവരുടെ കീഴിലായി. ഹോങ്കോങ്, മലായി, സിംഗപ്പൂർ ഈ രാജ്യങ്ങളെല്ലാം തകർന്ന് അന്ന് ജാപ്പനീസ് സേനയുടെ കീഴിലെത്തി. ഏഷ്യയിലെ ജാപ്പനീസ് സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചൈന കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്നാൽ ചൈന കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം എളുപ്പമുള്ള കാര്യമല്ല. ചൈനയ്ക്ക് കൃത്യമായിട്ടുള്ള അമേരിക്കൻ സേനയുടെ അതായത് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇത് തടഞ്ഞാൽ മാത്രമോ ചൈനയെ തോൽപ്പിക്കാൻ കഴിയുമുള്ളൂ എന്ന് അന്ന് ജാപ്പനീസ് സേനയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തുകൊണ്ടും ഈ റോഡ് ആദ്യം തന്നെ പിടിച്ചെടുത്തതിന് ശേഷം ചൈനയെ കീഴ്പ്പെടുത്തണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് ജാപ്പനീസ് സേന മുന്നേറി. അങ്ങനെയാണ് 1942 ബുർമയ്ക്കെതിരായിട്ടുള്ള അറ്റാക്കിൽ അന്ന് ജാപ്പനീസ് സേന തുടർന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ അന്ന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടൻ അത്രമാത്രം പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുമാത്രമല്ല വലിയ ജംഗിൾ ടെറൈനിലൂടെയായിരുന്നു ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ബ്രിട്ടൻ അതിന് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇല്ലാത്തതുകൊണ്ടും ബ്രിട്ടൻ പ്രതീക്ഷിക്കാത്ത വലിയ രീതിയിലുള്ള ആക്രമണം ആയതുകൊണ്ടും തന്നെ ബ്രിട്ടൻ വലിയ രീതിയിലുള്ള തോൽവിയാണ് അന്ന് ഏറ്റുവാങ്ങിയതും. അങ്ങനെ 1942 മെയ് മാസമായപ്പോൾ തന്നെ അന്നത്തെ ചൈനീസ്, ബ്രിട്ടൻ, ഇന്ത്യൻ അലൈ സേനകൾ പൂർണ്ണമായിട്ടും തോൽവി സമ്മതിച്ചുകൊണ്ട് ബുർമയുടെ നിയന്ത്രണം മൊത്തമായിട്ടും ജാപ്പനീസ് സേനയിലോട്ട് എത്തി. ജാപ്പനീസ് അതിനുശേഷം അതായത് ചൈനയിലോട്ട് പോകുന്ന ആ ഒരു റോഡുകൾ എല്ലാം ബ്ലോക്ക് ചെയ്തു. അതുമാത്രമല്ല ഇന്ത്യക്ക് അടുത്തോട്ട് ജാപ്പനീസ് സേന എത്തുകയും ചെയ്തു. ഇത് അന്നത്തെ ബ്രിട്ടന് വലിയ രീതിയിലുള്ള തലവേദനയായിരുന്നു. അപ്പോൾ ഇത് അന്നത്തെ ഇന്ത്യയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണി തന്നെയാണ്. അന്ന് ബ്രിട്ടൻ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന വ്യാപാര കപ്പലുകളും അതുമാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ധാന്യങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകളെല്ലാം തന്നെ അന്ന് ജാപ്പനീസ് സേന മുക്കി. ഇത് മാത്രമല്ല ബുർമയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന അരിയുടെ വരവും കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യയിൽ ഇല്ലാണ്ടായി. ഈ പ്രശ്നങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അന്ന് ഇന്ത്യയിൽ ഏകദേശം 30 ലക്ഷം ആൾക്കാരാണ്. അന്ന് ബ്രിട്ടന്റെ കൃത്യമായ ഫോർകാസ്റ്റിങ്ങും പ്ലാനിങ്ങും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് 30 ലക്ഷം ഇന്ത്യക്കാരാണ് പട്ടിണി കൊണ്ട് തന്നെ മരണപ്പെട്ടത്. ഒപ്പം തന്നെ ജാപ്പനീസ് സേനയ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലോട്ട് കടന്ന് ഹിമാലയൻ നിരകളിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആ വഴിയായിരുന്നു അമേരിക്ക ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചുകൊണ്ടിരുന്നത് പിന്നീട്. അപ്പോൾ ഇതും കൃത്യമായി തടയാം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇതിന് ജാപ്പനീസ് സേന തെരഞ്ഞെടുത്തൊരു വഴി എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ്. അതെ, സുഭാഷ് ചന്ദ്രബോസിനെ കൊണ്ട് INA ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയും മുൻപ് ജാപ്പനീസ് സേന ഇന്ത്യൻ സോൾജേഴ്സിനെ പലരെയും തടങ്കിലാക്കിയിരുന്നു. അതായത് മലായി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടത്തിയപ്പോൾ അന്ന് ഇന്ത്യയിൽ നിന്ന് അധികം ആൾക്കാരെ ബ്രിട്ടൻ അങ്ങോട്ട് അയച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാം തന്നെ തടങ്കിലാക്കിയ ജാപ്പനീസ് ഇവരെല്ലാം തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇവർ എല്ലാം ചേർന്നുകൊണ്ട് ഇന്ത്യയിലോട്ടൊരു മാർച്ച് നടത്താനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു മാർച്ച് നടത്തുകയും ഇന്ത്യയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ഇന്ത്യൻ കൊളോണിയൽ ഇറക്കി ഒരു അവസാനം കൊണ്ടുവരാം എന്നായിരുന്നു അന്ന് സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചത്. അങ്ങനെ ജാപ്പനീസ് സൈന്യത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക്, അതായത് ശത്രുവിടെ ശത്രു മിത്രം എന്ന് പറയുന്ന ആ ഒരു രീതിയായിരുന്നു അന്ന് സുഭാഷ് ചന്ദ്രബോസ് എടുത്തിരുന്നത്. എന്നാൽ ബ്രിട്ടന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടന് വലിയ തലവേദനയാവും. ബ്രിട്ടൻ ഇന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവിട്ടു പോകുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഈ ഒരു സൈന്യത്തിനെ എന്താണ് വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ രാജ്യദ്രോഹികളും തീവ്രവാദികളും എന്നാണ്. പക്ഷെ ബ്രിട്ടന് ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തലവേദനയാകുമെന്ന് ബ്രിട്ടൻ അന്ന് തന്നെ കരുതിയിരുന്നു. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ബ്രിട്ടൻ പലതരത്തിലുള്ള അടവുകൾ ഇറക്കി. പക്ഷെ ഇങ്ങനൊരു അവസരം ജാപ്പനീസ് സേനയ്ക്ക് കിട്ടിയിട്ടും പക്ഷെ ജാപ്പനീസ് സേന അന്ന് വലിയ രീതിയിലുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1944 ഇന്ത്യയിലെ അന്നത്തെ ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളായ ഇംഫാലും കൊഹിമയും ആക്രമിക്കാൻ തീരുമാനിച്ചു. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിരുന്നു. അതായത് ഏകദേശം 15,000 ജാപ്പനീസ് സേനകൾ ഇന്ത്യൻ ബ്രിട്ടീഷ് സേനകളെ വളച്ചു. പക്ഷെ ഇത്രമാത്രം ആൾക്കാരുണ്ടായിട്ടും അന്ന് ബ്രിട്ടന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നയിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഈ 3000 ആൾക്കാരും ഈ 15,000 ആൾക്കാരും വളഞ്ഞു നിന്നെങ്കിലും ഒരു ടെന്നീസ് കോർട്ടിന്റെ അടുത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന പോലെയായിരുന്നു. അതായത് അത്ര അടുത്ത് നിന്നായിരുന്നു അവർ യുദ്ധം നടത്തിയത്. ഈവൻ ഗ്രനേഡുകൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ്
അത്രമാത്രം ഒരു ക്രൂരമായ യുദ്ധം തന്നെയായിരുന്നു. പക്ഷെ ഇതിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജാപ്പനീസ് സേന വലിയ രീതിയിലുള്ള ഒരു തെറ്റ് ചെയ്തു. അതായത് അന്നത്തെ ജാപ്പനീസ് ജനറൽ എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ 2 സ്ഥലങ്ങൾ കൃത്യമായി ആക്രമിച്ചതിന് ശേഷം ബ്രിട്ടീഷ് വെയർഹൗസിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച്, അതായത് ധാന്യങ്ങളും മറ്റ് ഭക്ഷണ വസ്തുക്കളും അവിടെ നിന്ന് മോഷ്ടിച്ച് അവർക്ക് സർവേ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് അവർ കൃത്യമായ മെഡിസിനോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ കരുതിയിരുന്നില്ല. എന്നാൽ ബ്രിട്ടൻ ഇതിനെ ചെറുത്തു തോൽപ്പിച്ചു. ബ്രിട്ടന്റെ സേനയും അതുപോലെ തന്നെ അമേരിക്കൻ സേനയും കൃത്യമായിട്ട് ആയുധങ്ങളും ഭക്ഷണ വസ്തുക്കളും ആകാശത്ത് നിന്ന് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ബ്രിട്ടൻ സേനയ്ക്ക് വലിയ രീതിയിലുള്ള അനുകൂലമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയും ബ്രിട്ടൻ സേന ശക്തമായി തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ആർമി മെല്ലെ മെല്ലെ തോറ്റു പിന്മാറുന്ന കാഴ്ചകളാണ് കണ്ടത്. തോറ്റു പിന്മാറുക എന്ന് വെച്ചാൽ യുദ്ധത്തിൽ തോറ്റു പിന്മാറുകയല്ല, അവർ അതായത് പട്ടിണി കാരണവും അതുപോലെ തന്നെ അമിനേഷൻസ് ഇല്ലാത്തതുകൊണ്ടുമാണ് അവർ പിന്മാറിയത്. കൂടാതെ ആ വട്ടത്തെ കാലവർഷം വന്നു. ഇത് എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ജാപ്പനീസ് സേനയ്ക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കിട്ടിയത്. അതായത് അവർക്ക് മലേറിയ പടർന്ന് ജാപ്പനീസ് സേനയിൽ ഭൂരിഭാഗം ആൾക്കാരും വലിയ രീതിയിൽ പ്രതിരോധത്തിലെത്തി. യുദ്ധം ചെയ്യാൻ പോലും അന്ന് ജാപ്പനീസ് സേനയ്ക്ക് കഴിയുന്ന വിധത്തിലല്ലായിരുന്നു അവരുടെ പട്ടിണി. അങ്ങനെ 1944 തുടങ്ങിയ ഈ ഒരു യുദ്ധം 85,000 പേരോളം ചേർന്നുകൊണ്ട് തുടങ്ങിയ ഈ ഒരു ജാപ്പനീസ് യുദ്ധം 50,000 പേരോളം പട്ടിണി കാരണവും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ കാരണവും അവർ മരണപ്പെട്ടു. യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ സംഖ്യയെക്കാട്ടും കൂടുതൽ ആൾക്കാരായിരുന്നു പട്ടിണിയും രോഗം കാരണവും മരണപ്പെട്ടത്. 1945 ആ കാലഘട്ടത്തിലെ ജാപ്പനീസ് ആർമി ലോകത്തിൽ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ ഒരു തോൽവിയും ഇത് തന്നെയായിരുന്നു. ജാപ്പനീസ് ആർമി അങ്ങനെ തോറ്റു പിന്മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ജാപ്പനീസ് സേന പിടിച്ചു വെച്ച ബർമ പിന്നീട് വർഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇതേ ബ്രിട്ടൻ തന്നെ തിരിച്ചു പിടിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് അന്നത്തെ ഈ ഒരു യുദ്ധത്തിനെ കുറിച്ചുള്ള ടോപ്പിക്.